കോഴിക്കോട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇന്ന് നടക്കാൻ വേണ്ടി പോവുകയാണ്. മറ്റൊന്നുമല്ല, നമുക്കറിയാം ഈ വലിയ നഗരങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണമാണ്. മാലിന്യ സംസ്കരണം വലിയ പ്രതിസന്ധികൾ പലയിടങ്ങളിലും തീർക്കാറുണ്ട്. ബ്രഹ്മപുരമൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ഇന്ന് കൊച്ചി നഗരത്തിലുണ്ടായ വലിയ മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ദേശീയ സ്വച്ഛ് സർവേക്ഷൺ പട്ടികയിൽ കേരളത്തിൻ്റെ മികച്ച നഗരങ്ങളിൽ ഒന്നായി കേരളത്തിലെ ഒന്നാമത്തെ നഗരമായി കൊച്ചി ഇടം പിടിച്ചത്. കേരളത്തിലെ ഒരുപാട് നഗരസഭകൾ ആ പട്ടികയിലേക്ക് മികച്ച രീതിയിൽ റാങ്കിങ്ങിൽ കടന്നു വന്നത്. ആദ്യ 100 റാങ്കിൽ 8 നഗരങ്ങൾ കേരളത്തിൽ നിന്നുള്ളതാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ രീതിയിൽ കോഴിക്കോടിൻ്റെ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞെളിയമ്പറമ്പിൽ ജൈവ മാലിന്യ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ഭാരത് പെട്രോളിയവും കോഴിക്കോട് കോർപ്പറേഷനും സംസ്ഥാന സർക്കാരും ഇന്ന് കരാറിൽ ഒപ്പുവയ്ക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് കോഴിക്കോടിൻ്റെ മാലിന്യ പ്രശ്നങ്ങൾ വലിയ തോതിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി കൂടിയാണത്. ചേതൻ തന്നെ അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കും. ചേതൻ, കോഴിക്കോട് നഗരത്തിൻ്റെ മാലിന്യ സംസ്കരണത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു പദ്ധതി തന്നെയാണ് ഈ ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുന്നത്. കോർപ്പറേഷൻ, സംസ്ഥാന സർക്കാർ, ഒപ്പം തന്നെ ഭാരത് പെട്രോളിയം 3 പേരും ചേർന്ന് സംയുക്തമായിട്ടാണ് പദ്ധതി ഞെളിയമ്പറമ്പിൽ, അല്ലേ? തീർച്ചയായും കോഴിക്കോട് ജില്ലയും അതുപോലെ തന്നെ കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. കോഴിക്കോട് നഗരത്തെ വലിയ രീതിയിൽ അലട്ടിയ ഒരു പ്രശ്നമായിരുന്നു ഈ ജൈവ മാലിന്യത്തിൻ്റെ സംസ്കരണം എന്നത്. നമുക്കറിയാം, നിരവധി ഹോട്ടലുകളിലും വീടുകളിലും തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. സ്വാഭാവികമായും ജൈവ മാലിന്യങ്ങളൊക്കെ വളരെ വർദ്ധിച്ചു വരുന്ന, അതെങ്ങനെ സംസ്കരിക്കണം അറിയാതെ കുഴഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം മുമ്പുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇന്ന് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനും BPCLും കൂടി ഒരു കരാറിൽ ഒപ്പുവെക്കുകയാണ്. കോഴിക്കോട് മലബാർ പാലസിൽ വെച്ചാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ 25 വർഷത്തേക്ക് ഇതിൻ്റെ നടത്തിപ്പ് BPCLനായിരിക്കും. 8 ഏക്കർ ഭൂമിയിലാണ് ഇതിൻ്റെ പദ്ധതി മനു നല്ല എക്കോ ആണോ? എന്താണ് സംഭവിച്ചത് നോക്കാം. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം, അത് പരിശോധിക്കാം. ഏതായാലും ചേതൻ തുടരൂ. ആ ഹെഡ്സെറ്റ് മാറി വെച്ചിട്ട് തുടരൂ. മനു, 8 ഏക്കർ ഭൂമിയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് കോഴിക്കോട് കോർപ്പറേഷൻ തന്നെയാണ് ഈ ഭൂമി വിട്ടുകൊടുക്കുന്നത്. അതുമാത്രമല്ല, നേരിട്ട് 50ഓളം ആളുകൾക്ക് ജോലിയും ലഭിക്കും. ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഒരു വർഷം 45,000 ടൺ ബയോ വേസ്റ്റാണ് സംസ്കരിക്കുന്നത്. അതുമാത്രമല്ല 26,000 ടൺ കംപ്രസ്ഡ് ബയോഗ്യാസും ഇതിലൂടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. 9,500 ടൺ വളവും ഇതിൽ നിന്ന് ഉൽപ്പാദിക്കാൻ സാധിക്കും. സ്വാഭാവികമായും മികച്ച ഒരു വരുമാന മാർഗം തന്നെയായിരിക്കും ഇത്. ഒപ്പം തന്നെ നമ്മൾ എടുത്തു കാണേണ്ടത്, ഈ ജൈവ മാലിന്യങ്ങളൊക്കെ ഈ റോഡിലൊക്കെ വലിച്ചെറിയുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇതിൽ നിന്ന് മീഥെയിൻ ഗ്യാസ് പുറത്തു വരുന്നതൊക്കെ. ഈ മീഥെയിൻ ഗ്യാസ് എന്ന് പറയുന്നത് ഹരിതഗൃഹ വാതകങ്ങളിൽ ഒന്നാണ്, ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമായ വാതകങ്ങളിൽ ഒന്നാണ്. ഇത് പരിസ്ഥിതിയെ വളരെ ദോഷം ചെയ്യുന്നതാണ്. ഈ ഒരു പ്രശ്നം ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റ് വരുന്നതോടുകൂടി പരിഹരിക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ BPCL പറഞ്ഞിരിക്കുന്നത് 2 വർഷത്തിനകം ഈ പദ്ധതി പൂർത്തീകരിക്കുമെന്നാണ്. 90 കോടി രൂപയാണ് ഈ പദ്ധതിയുടെ ചെലവ്. പക്ഷേ നമുക്കറിയാം, മനു, ഈ കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് നിലവിൽ വന്നത് 14 മാസം കൊണ്ടാണ്. സ്വാഭാവികമായും BPCLനാണ് അത് ഏറ്റെടുത്ത് നടത്തിയത്. 2 വർഷം എന്നത് ഒരു കണക്കാണ്. ഈ 2 വർഷത്തിൽ താഴെ സമയം മാത്രമേ ഇവർ BPCL എടുക്കൂ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ എന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഒരു ട്രൈ പാർട്ടി എഗ്രിമെൻ്റ് ആണ്. അതിന് സംസ്ഥാന സർക്കാരിന് വേണ്ടി LSGD സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ ESഉം കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറിയും അതുപോലെ തന്നെ BPCL എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായിരിക്കും ഈ കരാറിൽ ഒപ്പുവെക്കുക. ഒപ്പം തന്നെ സംസ്ഥാനത്തെ മന്ത്രിമാരായ MP രാജേഷ്, അതുപോലെ തന്നെ AK ശശീന്ദ്രൻ മന്ത്രി, PA മുഹമ്മദ് റിയാസ് എന്നിവരുടെ, അതുമാത്രമല്ല ജില്ലയിലെ MLAമാരും MP യുടെയും സാന്നിധ്യമുള്ള ചടങ്ങിലായിരിക്കും ഈ കരാർ ഒപ്പുവെക്കുക. രാവിലെ 9:30ക്കാണ് ഈ പരിപാടി. കോഴിക്കോട് മലബാർ പാലസിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത്. മനു, ശരി, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കോഴിക്കോടിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഏറെ നിർണായകമാകുന്ന ഒരു കരാറാണ് ഒപ്പുവെക്കാൻ പോകുന്നത്. മാലിന്യ പ്രശ്നം പരിഹരിക്കുക എന്നത് ഓരോ നഗരത്തിൻ്റെയും വികസനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ്. കോഴിക്കോടും ആ രീതിയിൽ ആധുനിക രീതിയിലേക്ക് മാലിന്യ സംസ്കരണം എന്നതിലേക്ക് മാറുകയാണ്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചേതൻ, ഒരു കാര്യം കൂടി, ചേതൻ അവിടെ നിൽക്കുമ്പോൾ ചേതൻ നിൽക്കുന്ന ആ ഇടം കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു. എവിടെയോ ഒരു മുഖപരിചയമുണ്ട് എന്നൊക്കെ നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ ഇങ്ങനെ പറയാറില്ലേ? ആ സ്ഥലം കണ്ടിട്ട് എവിടെയോ നല്ല പരിചയമുണ്ടല്ലോ ചേതൻ, അതേതാണ് ആ സ്ഥലം? ഒന്ന് കാണിക്കും വേണ്ടി ഒരു സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കാം. മനു, ഈ സ്ഥലം എവിടെയെങ്കിലും കണ്ട ഓർമ്മയുണ്ടോ മനു? ഇത് നല്ല, പക്ഷേ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ മുഖച്ഛായ വല്ലാതെ അങ്ങോട്ട് മാറിയിരിക്കുന്നു ചേതൻ.
ഫോക്കസ് സൂമേ മനു, ഇത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലാണ്. ഈ കോഴിക്കോട് ഈ പിൻഗാമി സിനിമ ഒക്കെ ഓർമ്മയുണ്ടോ മനു? മോഹൻലാലിന്റെ സത്യനന്ദിക്കാടിന്റെ പിൻഗാമി സിനിമ, അതുപോലെ തന്നെ കിങ്ങില് മമ്മൂട്ടിയൊക്കെ ഇറങ്ങി വരുന്ന ആ ഒരു സീനാണ് ഇത്, ആ ഒരു ദൃശ്യമാണിത്. നമ്മൾ അതിന് മുമ്പിൽ നിൽക്കാതെ പെട്ടെന്ന് ഇവിടെ മന്ത്രിമാരൊക്കെ ഇവിടെ പുറത്ത് വരുന്നതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് ലൊക്കേഷൻ ഇങ്ങോട്ടേക്ക് മാറിയത്. എനിക്ക് ആ പഴയ കെട്ടിടം കണ്ടപ്പോഴാണ് എനിക്കത് വേഗത്തിൽ ഓർമ്മ വന്നത്. ആ ഒരു ഇപ്പൊ നിൽക്കുന്ന ഒരു നമ്മളെന്താ പറയുക, നമ്മുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന ആ ഒരു ഗ്യാരേജ് ഉണ്ടല്ലോ, അത് കണ്ടപ്പോഴാണ് എനിക്ക് വേഗത്തിൽ അത് ഓർമ്മ വന്നത്. ആ സ്ഥലം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഓർമ്മ വന്നത്. അതിൻ്റെ ഒരു കൗതുകത്തിന് പുറത്ത് ചോദിച്ചതാണ് ചേതൻ. ശരി ശരി, എന്തായാലും നല്ലൊരു ദിനം മനുവിനും എല്ലാവർക്കും ആശംസിക്കുന്നു. ഓ താങ്ക് യു.